ഉണ്ണി അറിഞ്ഞില്ലേ? അവിടത്തെ കുട്ടി മരിച്ചു. എവിടുത്തെ? നമ്മുടെ വട്ടപ്പറമ്പിലെ ശങ്കരൻ നായരുടെ മൂന്നാമത്തെ കുട്ടിയെ. പഞ്ചായത്തിൽ ജോലി ഉണ്ടായിരുന്നു കുട്ടി. ഒരു തലകറക്കം വന്ന് വീണതാ. സംഗതി ക്ലോസ്. എന്റെ അമ്മേ, ഇപ്പോഴത്തെ ഓരോ രോഗങ്ങളെ ഇട്ട് വിഷമിപ്പിക്കില്ല. അങ്ങനൊരു ഗുണമുണ്ട്. അച്ഛൻ പോയിരുന്നു ഈ ചെറുത്ത്. എന്തേ നിനക്ക് തോന്നില്ലോ ആ കുട്ടിയെ തല്ലാൻ? പ്രായമായ പെൺകുട്ടിയല്ലേ? രാമേന്ദ്രൻ നായർ താഴത്തും തറയിലും വെക്കാണ്ട് വളർത്തണ മോളാ. അയാൾ അറിഞ്ഞാൽ കിടത്തി പൊറപ്പിക്കോ? കോണിപ്പടി ഇറങ്ങിയപ്പോ തെറ്റി വീണാണെന്ന് അവളവിടെ പറഞ്ഞേ. അത് ഭാഗ്യം. വാ വാ. എന്ത് തോന്നിയിടോ തനിക്ക് ഞങ്ങളുടെ കുടിയിലൊക്കെ ഒന്ന് വരാൻ? ഇരിക്കേ. പിന്നെ മാലുവിനെ. ഓ, അതാണോ? കണ്ണും മൂക്കും ഇല്ലാതെ ഓടിച്ചാടി നടന്നാല് വീണൊന്നും മുറിഞ്ഞൊക്കെ വരും. ഇത്തിരി മുറിഞ്ഞത് അവളിപ്പോ ഒരു സ്റ്റൈലാക്കിയിരിക്കുക. എന്നെ തല്ലിയല്ലേ എന്റെ അച്ഛൻ നിന്നെ നിന്റെ അമ്മയെ റോക്കറ്റ് കയറ്റി പറപ്പിക്കും. എന്റെ അച്ഛൻ അപ്പൊ മുത്തശ്ശിനി ആന്റിയും വെടിവെച്ച് കൊല്ലുമല്ലോ. പിന്നെ നിന്റെ അച്ഛൻ കൂലിപ്പട്ടാളല്ലേ? കൂലിപ്പട്ടാളത്തിന് തോക്ക് പോയിട്ട് ഒരു മണ്ണാങ്കട്ടയില്ല. ഞാൻ ആന്റീന്റെ കൂടെ കൂട്ടിനില്ല. വേണ്ട. ഏയ്, പിണങ്ങി പോവാ. മുത്തശ്ശനും ചീറ്റിയ ആന്റിയും ചീറ്റിയ, മുത്തശ്ശനും ചീറ്റിയ ആന്റിയും ചീറ്റിയ. മാലു, നിനക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാ? പോയി നോക്ക്. എന്റെ ഫ്ലൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞു വരാം. സോറി. ഓ, അതിനിപ്പോ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ണിയേട്ടന്റെ കയ്യിൽ നിന്ന് എത്ര തല്ല് ഞാൻ കൊണ്ടിരിക്കുന്നു ചെറുപ്പത്തില്. മാലു വീട്ടിലേക്ക് വരാത്തോണ്ട് അമ്മ വിഷമിച്ചിരിക്കുക. 2 ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ വന്നാ ഉണ്ണിയേട്ടനത് ശല്യാവോ? വന്നോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ ഇറങ്ങട്ടെ. വന്നിട്ടൊരു ചായ കഴിക്കാതെയോ? പിന്നീട് എടുക്കില്ല, നേരം വൈകി. അച്ഛൻ ബാത്റൂമിലാ. പറഞ്ഞാ മതി. ഇതിങ്ങനെ വല്ലപ്പോഴും തുറന്നു വെച്ചതുകൊണ്ട് വല്ല മെച്ചമുണ്ടോ വൈദ്യരെ? മെച്ചമൊന്നും ഉണ്ടായിട്ടല്ല. എന്റെ കണ്ണടയണത് വരെ ഉന്തിയും തള്ളിയും നീക്കണം. അടച്ചു പൂട്ടിന്ന് പറയിക്കണ്ടല്ലോ. ഇത് ഏതും അടയെന്നാണോ പറയണത്? ഒന്നും പറയണ്ട എന്റെ വൈദ്യരെ. കൂനമ്മാവിൽ ഒരു ആനയെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞു പോയതാ. ഓ, ചെന്ന് നോക്കിയപ്പോഴല്ലേ അറിയണേ ഇത് ഞാൻ 2 മാസം മുമ്പ് ചാലക്കുടി പോയി കണ്ട ആനയാ. ഇത് 3 പേരെ തട്ടിയവനാ. ഇനി ഒരു പാപ്പാനെ കൂടെ തട്ടുമെന്ന പ്രവചനം. എന്നാ പിന്നെ ആ ആനയെ തനിക്ക് വാങ്ങാൻ പാടില്ലായിരുന്നു. എന്നിട്ട് എന്റെ 16 അടിയിൽ നിന്ന് തനിക്ക് ഉണ്ണണല്ലേ? മനസ്സിലിരിക്കട്ടെ പണിക്കരെ. ഈ കുത്തിന് അപ്പൂട്ടൻ നായരെ കൊണ്ട് ഒരു ആനയെ വാങ്ങി തൊടി കെട്ടിയില്ലെങ്കിൽ എന്നതേ ഇങ്ങനെ വിളിച്ചോ. അപ്പൂട്ടൻ നായർ ആനയെ വാങ്ങുമോ പണിക്കരെ? ദേ, ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം ചോദിച്ചു നോക്കിയോ രാമേന്ദ്രൻ നായരോട്? മാലിനിക്കുട്ടിയുടെ കാര്യേ. ഓ, അതോ? എങ്ങനെയാ ചോദിക്ക? ഒന്നാമത് 2ാം കെട്ട്. അതിനെന്താ, അവന് കുട്ടികളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇത്തിരി പണം ഉണ്ടെന്നല്ലാണ്ട് അത്ര വലിയ തറവാട്ടുകാരൊന്നും അല്ലല്ലോ. ചിലപ്പോ സമ്മതിച്ചാലോ? ചേരണ ജാതകമാണോ അല്ലേ എന്ന് ആർക്കറിയാം.
അതൊക്കെ ഒന്ന് സൂത്രത്തിൽ നോക്കി വെച്ചിട്ട് ചേർച്ച ഉണ്ടെങ്കിൽ ചോദിച്ചാ മതി. നടക്കുമെന്ന് എന്റെ ഉള്ളിൽ ഒരു തോന്നല്. ഉണ്ണി സമ്മതിക്കോ? ചില നല്ല ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണി ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം സംസാരിച്ചു. മാലിനി കുട്ടിയുടെ ചെറുപ്പത്തിലുള്ള പത്രാസും ദുശാഠ്യവും അവന്റെ വികൃതി തരങ്ങളും എന്റെ മനസ്സ് നിറഞ്ഞു. എത്ര നാളായി എൻ്റെ കുട്ടിയൊന്ന് വാനിറച്ച് വർത്താനം പറഞ്ഞിട്ട്. അവൾക്ക് അവനോട് പിണക്കൊന്നും ഇല്ലാലോ? ഏയ്, അതിനങ്ങനെയൊന്നുമില്ല. ഇത്ര നേരം ഞങ്ങൾ മൂന്നാളും കൂടി ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. മതിയോ? ജാതകം മംഗളം വരട്ടെ മഹാദേവാ. ചെറുക്കനെന്താ ജോലി എന്തെങ്കിലും പറഞ്ഞൂടെ? വലിയ എന്തോ ജോലിയാണേ. ഇവിടത്തേക്ക് ദോഷം വരണ ഒരു കാര്യം ആലോചിക്കുവോ ഞാൻ? പാർട്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ഇവിടുത്തെ കുട്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു തലക്കുറി ഒന്ന് വാങ്ങി വെക്കൂന്ന്. ജാതകം ചേർന്നെങ്കിൽ മതിയല്ലോ പോക്കും വരവും ഒക്കെ. നാളെ കൊടുക്കാം. ഞാൻ ഇറങ്ങട്ടെ. ചായക്ക് ഏയ് പറഞ്ഞിട്ടില്ലേ? വേണമെന്നില്ല, നാളെ വരാം. ഒരു കാര്യമേറ്റാ, അതാണ് മുഖ്യം. എന്റെ സ്വഭാവമാണേത്. ചെരുപ്പിടുമ്പോഴാണേ വേദന കൂടുതൽ. പുണർദം ദേവഗണാണ്, സ്ത്രീ നക്ഷത്രം. ഉണ്ണിയുടെ തിരുവോണല്ലേ, അതും ദേവഗണാണ്. ശുഭദം ഗണൈക്ക, ഒരേ ഗണം ശുഭമാണ്. തിരുവോണം പുരുഷ നക്ഷത്രമാണ്. പുരുഷ പുരുഷർഷഭവോ നാരീ നാര്യർഷജ ശുഭൗ ഭവതഃ. പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും ശുഭത്തെ പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം. അപ്പോ എല്ലാം കൊണ്ടും ചേരും അല്ലേ? ചേരുന്നല്ല, ഇത് അപൂർവമായ പൊരുത്താണ്. സമസപ്തമം. ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇതുപോലെ ചേർച്ചയുള്ളൊരു ജാതകം ഞാൻ കണ്ടിട്ടില്ല. പ്രധാന യോഗങ്ങൾ 8 രാശി, രാശ്യാധിപം, വശ്യം, മാഹേന്ദ്രം, ഗണം, ദിനം, യോനി, സ്ത്രീദീർഘം. ഈ 8 ചേരുക എന്ന് വെച്ചാൽ തന്നെ അതിശയ. ദക്ഷിണ വന്നോളൂ. ആഹാ, ആളെത്തിയില്ലോ. 100 ആയുസാ. ഞങ്ങൾ ഇപ്പൊ കുട്ടിയെ പറ്റി പറഞ്ഞിരിക്കുകയായിരുന്നു. എന്ത് പരദൂഷണ? പരദൂഷണ? ഹേയ്, കൊള്ളാം. ലഗ്നാധിപന്റെ അംശത്രികോണത്തിൽ ശുക്രം വന്ന് കേറിയിരിക്കുക. ഉടനെ നടക്കും. എന്റെയോ? പിന്നെ അല്ലാണ്ട് ആരുടെയാ? മോള് വാ. ഞാനോ ഒന്ന് ആലോചിച്ചിട്ട്. മോള് വന്നേ. അമിത സ്നേഹം കാണിക്കണ കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്താ പറയാ, ആ അമ്മ കൊറേ കരഞ്ഞു. അച്ഛനോട് ചോദിക്കാനിരിക്കുക. അവർക്ക് അവരുടെ മോന്റെ കാര്യം ശരിയായ മതി. നിനക്ക് എപ്പോഴും അവിടെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടുമെന്ന്. അച്ഛനും കേട്ടില്ല, മോളും കേട്ടില്ല. അവരെങ്ങനെ ആഗ്രഹിച്ചു പോയത് അത്ര വലിയ തെറ്റാണോ? നിനക്കിപ്പോ അയാൾ ഇഷ്ടമാണോ? വെറുപ്പൊന്നുമില്ല.
ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതാ. അച്ഛന്റെ മുറി കൊണ്ട് വെച്ചിരുന്നല്ലോ. ആ, അത് തീർന്നു. അച്ഛൻ ഉറങ്ങിയില്ലേ ഇതുവരെ? ഉറക്കം വന്നില്ല. എന്താ അച്ഛ പ്രശ്നം? ഏയ് ഒന്നുമില്ല. ഞാൻ വെറുതെ. ഇല്ല, അച്ഛനെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് 10-11 കൊല്ലമായി. എന്താ കാര്യമെന്ന് പറയും. ഒന്നുമില്ല. അപ്പൂട്ടൻ നായരുടെ കാര്യം ആവശ്യപ്പെട്ടു. മറ്റൊന്നുമില്ല, നമ്മുടെ മാലുവിനെ ഉണ്ണിയെ കൊണ്ട്. ഓഹോ, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ മുഖത്തടിച്ച് പറയാൻ പറ്റുമോ? മറക്കാൻ വയ്യാത്ത പല ബന്ധങ്ങളും ഉണ്ട് ആ കുടുംബമായിട്ട്. എന്നുവെച്ച് കടപ്പാട് തീർക്കാനുള്ളതൊന്നും അല്ല അവരുടെ ലൈഫ്. സോമേട്ട സമ്മതിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛാ, ചെറുപ്പത്തിലെ കൂട്ടുകാരനോട് നോന്ന് പറയാൻ അച്ഛന് ബുദ്ധിമുട്ടുണ്ടല്ലേ? എനിക്കും ഉണ്ണേട്ടനോട് നോന്ന് പറയാൻ കഴിയില്ല. മാലു, നേരെന്തായെന്നറിയോ? നമുക്ക് ഉറങ്ങാൻ എടുത്തി. നീ എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങളുടെ കണ്ണീരിന് ഒരു ഇത്തിരി വിലയെങ്കിലും കൽപ്പിക്കേ. ഇത്ര ഭാഗ്യമുള്ള ഒരു കുട്ടിയെ ഇനി കിട്ടില്ല. അവര് സമ്മതിച്ചാ ഞാനിത് നടത്തും. വരണല്ല നീ? 5-8 കൊല്ലമായിട്ട് ഒരു ദിവസം പോലും മനസുഖത്തോടെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലടാ.